ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എജു ഒബുവിയസ്. ഞാൻ ഫൈസൽ. വളരെ പ്രധാനപ്പെട്ട ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ പോർഷൻസാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പേ പറയാനുള്ളത്, ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ 2 പ്രധാനപ്പെട്ട വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ എന്തായാലും കാണുക. അതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളത്, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഓക്കെ, നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ അടുത്ത പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ടാക്സ് ഇൻവോയ്സ് ആണ്. ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ സാധാ ഒരു ബില്ലാണ്. ആ ബില്ല് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബിൽ, എ ലിസ്റ്റ് ഓഫ് ഗുഡ്സ് സെൻറ്റ് ഓർ സർവീസസ് പ്രൊവൈഡഡ്. അതായത് ഗുഡ്സുകൾ സെൻഡ് ചെയ്തതോ അല്ലെങ്കിൽ സർവീസസുകൾ പ്രൊവൈഡ് ചെയ്തതോ, അതായത് നമ്മുടെ സാധനങ്ങൾ വിറ്റതോ അല്ലെങ്കിൽ നമ്മൾ നൽകിയ സർവീസസിൻ്റെയോ ഒരു ലിസ്റ്റുള്ള ഒരു ഇൻവോയ്സ്, ഒരു ബില്ല്, അതിനാണ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുക. ഈ ഒരു ബില്ല് അല്ലെങ്കിൽ ഇൻവോയ്സ് എന്ന് പറയുന്നത് എലോങ് വിത്ത് ദി എമൗണ്ട് ഡ്യൂ ഫോർ പേയ്മെൻറ്റ്, നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എമൗണ്ട് ഡ്യൂ ആയതോടൊപ്പമുള്ള ഈ ഗുഡ്സിൻ്റെ അതുപോലെ തന്നെ സർവീസിൻ്റെയും ലിസ്റ്റ് അടങ്ങിയിട്ടുള്ള ഒരു ബില്ലിനെയാണ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഇനി പഠിക്കാൻ പോകുന്നത് GST ഇൻവോയ്സിൽ എന്തൊക്കെയാണ് അടങ്ങേണ്ടത്, എന്തൊക്കെ വേണം ഒരു ഇൻവോയ്സിൽ. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നോക്കാം. ഒരു ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ജനറലി ഇഷ്യൂഡ് ടു ചാർജ് ദി ടാക്സ് ആൻഡ് പാസ് ഓൺ ദി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഒരു ടാക്സ് ചാർജ് ചെയ്യാനാണ് പൊതുവെ ഒരു ടാക്സ് ഇൻവോയ്സ് ഉപയോഗിക്കുന്നത്, അത് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഒരു GST ഇൻവോയ്സിൽ താഴെ പറയുന്ന 11 പോയിൻറ്റുകൾ എന്തായാലും അതിൽ വേണം. ഒന്നാമത്തത് ഇൻവോയ്സ് നമ്പർ ആൻഡ് ഡേറ്റ്, അതുപോലെ തന്നെ കസ്റ്റമറിൻ്റെ നെയിം, അതുപോലെ തന്നെ ഷിപ്പിംഗ് ആൻഡ് ബില്ലിംഗ് അഡ്രസ്സ്. ഫോർത്ത്, കസ്റ്റമർ ആൻഡ് ടാക്സ് പേയേഴ്സ് GST ഇൻ, അത് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണെങ്കിൽ മാത്രം. അതുപോലെ തന്നെ പ്ലേസ് ഓഫ് സപ്ലൈ ചെയ്ത സ്ഥലം, HSN കോഡ് അല്ലെങ്കിൽ SAC കോഡ്. അതുപോലെ തന്നെ ഐറ്റം ഡീറ്റെയിൽസ് ആയി കൊടുക്കുക, ഡിസ്ക്രിപ്ഷനായി കൊടുക്കുക, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, എത്ര നമ്പർ ഉണ്ട്, എത്ര ടോട്ടൽ വാല്യൂ, അതെല്ലാം ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ടാക്സബിൾ വാല്യൂ ആൻഡ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ഉൾപ്പെടുത്തുക. റേറ്റ് ആൻഡ് എമൗണ്ട് ഓഫ് ടാക്സ്, അതുപോലെ തന്നെ വെദർ GST ഈസ് പേബിൾ ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ് ആണോ എന്ന് നോക്കുക. എന്താണ് റിവേഴ്സ് ചാർജ് ബേസിസ് എന്നൊക്കെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് കാണുക. അതുപോലെ തന്നെ സിഗ്നേച്ചർ ഓഫ് ദി സപ്ലയർ, ഇതൊക്കെ അടങ്ങിയതാണ് ഒരു GST ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പഠിക്കാനുള്ളത്. അടുത്ത ഭാഗത്തേക്ക് പെട്ടെന്ന് പോവുകയാണ്, അഥവാ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോട്ട്. ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡെബിറ്റ് നോട്ട് ഈസ് ഇഷ്യൂഡ് ബൈ ദി സെല്ലർ. ഇത് ഇംഗ്ലീഷ് പറയുമ്പോൾ നിങ്ങൾക്ക് എക്സാമിനും അതുപോലെ തന്നെ എഴുതാൻ സഹായകമാകും എന്ന് പറഞ്ഞിട്ടാണ് ഇംഗ്ലീഷും കൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കതിന് മലയാളം മാത്രം പറഞ്ഞാൽ ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ രണ്ടും ഒരുമിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോട്ട്. ഡെബിറ്റ് നോട്ടാണ് ഫസ്റ്റ് പറയുന്നത്. എ ഡെബിറ്റ് നോട്ട് ഈസ് ഇഷ്യൂഡ് ബൈ ദി സെല്ലർ. സെല്ലറാണ് ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. നോട്ട് ചെയ്യുക ഈ പോയിൻ്റ്. എപ്പോഴാണ് സെല്ലർ ഇഷ്യൂ ചെയ്യുന്നത്? വെൻ ദി എമൗണ്ട് പേയബിൾ ബൈ ദി ബയ്യർ ടു ദി സെല്ലർ ഇൻക്രീസസ്. ബയ്യർ സെല്ലർക്ക് കൊടുക്കേണ്ട എമൗണ്ട് വർദ്ധിച്ചാൽ, അത് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഡെബിറ്റ് നോട്ട് സെല്ലർ ഇഷ്യൂ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സെല്ലർ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് ബയ്യർ സെല്ലർക്ക് കൊടുക്കേണ്ട എമൗണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ്. ഇനി അതിലെ ഡെബിറ്റ് നോട്ടിലെ പ്രധാനപ്പെട്ട പോയിന്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത്, ടാക്സ് ഇൻവോയ്സ് ഹാസ് എ ലോവർ ടാക്സബിൾ വാല്യൂ ദാൻ ദി എമൗണ്ട് ദാറ്റ് ഷുഡ് ഹാവ് ബീൻ ചാർജ്ഡ്. ടാക്സ് ഇൻവോയ്സിന് അതിൻ്റെ എമൗണ്ട് എത്രയാണോ ചാർജ് ചെയ്യേണ്ടത് അതിൻ്റെ വാല്യൂ കുറവായിരിക്കും. അതാണ് പറയുക, ടാക്സ് ഇൻവോയ്സ് ഹാസ് എ ലോവർ ടാക്സബിൾ വാല്യൂ. അതിൻ്റെ വാല്യൂ, ടാക്സ് അടയ്ക്കേണ്ട വാല്യൂ കുറവായിരിക്കും. ഏതിനേക്കാൾ? എത്രയാണോ ചാർജ് ചെയ്യേണ്ടത് അതിനേക്കാൾ കുറവായിരിക്കും ടാക്സ് ഇൻവോയ്സിലെ എമൗണ്ട്. അടുത്തത് പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ പോയിന്റ്, ടാക്സ് ഇൻവോയ്സ് ഹാസ് എ ലോവർ ടാക്സ് വാല്യൂ ദാൻ ദി എമൗണ്ട് ദാറ്റ് ഷുഡ് ഹാവ് ബീൻ ചാർജ്ഡ്. അതേ പോയിൻ്റാണ് നമ്മൾ മുമ്പേയും പറഞ്ഞത്. ഇവിടെ എമൗണ്ട് ചാർജ് ചെയ്യുന്ന എമൗണ്ടിനേക്കാൾ അതിൻ്റെ ടാക്സ് വാല്യൂ കുറവായിരിക്കും. അതുപോലെ തന്നെ പിന്നെ പഠിക്കേണ്ടത് ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. പ്രത്യേകം ഈ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഡെബിറ്റ് നോട്ട്, എന്താണ് ക്രെഡിറ്റ് നോട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡെബിറ്റ് നോട്ട് നമ്മൾ പറഞ്ഞു, ഇനി ക്രെഡിറ്റ് നോട്ട് നോക്കാം. എ ക്രെഡിറ്റ് നോട്ട് ഈസ് ഇഷ്യൂഡ് ബൈ ദി സെല്ലർ വെൻ ദി വാല്യൂ ഓഫ് ഇൻവോയ്സ് ഡിക്രീസസ്. ഇവിടെ ഇൻവോയ്സിൻ്റെ വാല്യൂ കുറയുമ്പോഴാണ് സെല്ലർ ഈ ഒരു നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ ഓഫ് ഇൻവോയ്സിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോഴാണ് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. പ്രത്യേകം നോട്ട് ചെയ്യുക, സെല്ലർ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് ഇൻവോയ്സിൻ്റെ വാല്യൂ
കുറയുന്ന സമയത്താണ്. അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട 4 പോയിന്റ് പെട്ടെന്ന് പറയാം. ടാക്സ് ഇൻവോയ്സ് ആസ് എ ഹയർ ടാക്സബിൾ വാല്യൂ ദാൻ ദി എമൗണ്ട് ദാറ്റ് ഷുഡ് ഹാവ് ബീൻ ചാർജ്ഡ്. നമ്മൾ നേരത്തെ ഡെബിറ്റ് നോട്ടിൽ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ്, അഥവാ ക്രെഡിറ്റ് നോട്ടിലാകുന്ന സമയത്ത് ഇൻവോയ്സിൻ്റെ ടാക്സ് വാല്യൂ അതിൻ്റെ എത്രയാണോ എമൗണ്ട് ചാർജ് ചെയ്യേണ്ടത് അതിനേക്കാൾ കൂടുതലായിരിക്കും ഇവിടെ. അതുപോലെ തന്നെ ടാക്സ് ഇൻവോയ്സ് ആസ് എ ഹയർ ടാക്സ് വാല്യൂ ദാൻ ദി എമൗണ്ട് ദാറ്റ് ഷുഡ് ഹാവ് ബീൻ ചാർജ്ഡ്. നേരത്തെ പറഞ്ഞത് ഇൻവോയ്സിൻ്റെ ടാക്സ് ആണ്, ഇപ്പോൾ പറഞ്ഞത് ടാക്സ് ഇൻവോയ്സിൻ്റെ ടാക്സ് വാല്യൂയും അതുപോലെ തന്നെ വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബയ്യർ റീഫണ്ട്സ് ദി ഗുഡ്സ് ടു ദി സപ്ലയർ. സപ്ലയർക്ക് ബയ്യർ ആ ഗുഡ്സ് എല്ലാം റീഫണ്ട് ചെയ്യും. അതുപോലെ സർവീസസ് ആർ ഫൗണ്ട് ടു ബി ഡെഫിഷ്യൻറ്റ്. ഇത്രയൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ക്രെഡിറ്റ് നോട്ടിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കിടക്കാം. റിട്ടേൺസ് ആണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇൻകം ടാക്സ് ആൻഡ് GSTയിൽ. എന്താണ് റിട്ടേൺസ്? അപ്പോൾ GSTയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ വ്യക്തിയും അദ്ദേഹം ഒരു ഇലക്ട്രോണിക് റിട്ടേൺ ഓരോ മാസത്തിലും ചെയ്യേണ്ടതുണ്ട്. ഇലക്ട്രോണിക് റിട്ടേൺ എവറി കലണ്ടർ മന്ത്സ്. എന്താണ് ഈ ടാക്സ് റിട്ടേൺ? അത് നോക്കാം. അതിനെ നിങ്ങൾക്ക് എക്സി ആയിട്ടോ ഏത് രൂപത്തിൽ വരികയാണെങ്കിലും അതിൻ്റെ ഡെഫിനിഷനും അതുപോലെ തന്നെ അതിൻ്റെ ഇൻട്രൊഡക്ഷനും എഴുതിയിട്ട് നല്ല മാർക്ക് ലഭിക്കും. എ ടാക്സ് റിട്ടേൺ ഈസ് എ ഡോക്യുമെൻറ്റ് ദാറ്റ് ഷോക്കേസസ് ദി ഇൻകം ഓഫ് എ രജിസ്റ്റേർഡ് ടാക്സ് പെയർ. ഒരു രജിസ്റ്റർ ചെയ്ത ടാക്സ് പെയർ അടയ്ക്കേണ്ട അദ്ദേഹത്തിൻ്റെ ഇൻകം കാണിക്കുന്ന ഡോക്യുമെൻറ്റിനെയാണ് ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത്. സച്ച് എ ഡോക്യുമെൻറ്റ് നീഡ്സ് ടു ബി ഫിൽഡ് വിത്ത് ദി ടാക്സ് അതോറിറ്റീസ് ഇൻ ഓർഡർ ടു പേ ടാക്സ് ടു ദി ഗവൺമെൻറ്. ഈ ഒരു ടാക്സ് റിട്ടേൺ ഗവൺമെൻറ്റിൻ്റെ അടക്കണം. ഈ ടാക്സ് എല്ലാം ഗവൺമെൻറ്റിന് അടക്കാൻ വേണ്ടിയിട്ട് ടാക്സ് അതോറിറ്റികളാണ് ഈ ഒരു ഡോക്യുമെൻ്റ് എല്ലാം ഫയൽ ചെയ്യേണ്ടത്. ദി ടാക്സ് ടു ബി പെയ്ഡ് ബൈ എ രജിസ്റ്റേർഡ് ഡീലർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇൻകം ഡിക്ലെയർഡ് ബൈ സച്ച് എ പേഴ്സൺ ഇൻ ദി ടാക്സ് റിട്ടേൺ ഫിൽ വിത്ത് ദി ടാക്സ് അതോറിറ്റീസ്. ഈ പറയപ്പെട്ട ടാക്സ് അതോറിറ്റികളെല്ലാം ഫയൽ ചെയ്തിട്ടുള്ള ഈ ഒരു ടാക്സ് റിട്ടേണിൽ എത്രയാണോ ഈ വ്യക്തി ഇൻകം കാണിച്ചിട്ടുള്ളത്, എത്ര വരുമാനമുണ്ട് എന്നാണ് കാണിച്ചിട്ടുള്ളത്, അതനുസരിച്ചായിരിക്കും ഇദ്ദേഹം ടാക്സ് അടയ്ക്കേണ്ടത്. ഇനി GST റിട്ടേൺസ്, വ്യത്യസ്ത തരം GST റിട്ടേൺസ് ഉണ്ട്, അത് നോക്കാം. ഒന്നാമത്തത് ഫസ്റ്റ് റിട്ടേൺ ആണ്. എവറി രജിസ്റ്റേർഡ് ടാക്സബിൾ പേഴ്സൺ പേയിങ് ടാക്സ് അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് സെഷൻ 7 ഷാൾ ഫർണിഷ് ദി ഫസ്റ്റ് റിട്ടേൺ കണ്ടെയ്ൻ ദി ഡീറ്റെയിൽസ് ഓഫ്. അപ്പോൾ ഏതൊരു രജിസ്റ്റർ ചെയ്ത ടാക്സ് അടയ്ക്കേണ്ട വ്യക്തിയും അദ്ദേഹം ഫസ്റ്റ് റിട്ടേൺ കൊടുക്കണം. എന്തൊക്കെയാണ് ഫസ്റ്റ് റിട്ടേണിൽ വേണ്ട ഡീറ്റെയിൽസ് നോക്കാം. Outward supplies under Section 25 from the date on which he became liable to registration till the end of the month in which the registration has been granted. അപ്പോൾ സെക്ഷൻ 25 പ്രകാരം പുറത്തേക്ക് പോകുന്ന ഔട്ട്വേർഡ് സപ്ലൈകൾ അദ്ദേഹം എപ്പോഴാണോ ഈ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ബാധ്യത ഉള്ള വ്യക്തിയായത് ആ ഡേറ്റ് മുതൽ ആ രജിസ്ട്രേഷൻ അവസാനിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മാസത്തിലെ അവസാന ഡേറ്റ് വരെയുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം അത്രയുമുള്ള ഔട്ട്വേർഡ് സപ്ലൈ അതായിരിക്കും ഒന്നാമത്തെ ഈ ഫസ്റ്റ് റിട്ടേണിൽ ഉൾപ്പെടുത്തേണ്ടത്. അതേപോലെ തന്നെ ഇൻവേർഡ് സപ്ലൈ അണ്ടർ സെക്ഷൻ 26 അതുപോലെ തന്നെ ഇൻവാർഡ് സപ്ലൈയും ഉൾപ്പെടുത്തണം. ഫ്രം ദി എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, ആ രജിസ്ട്രേഷൻ്റെ ടൈം മുതൽ ടിൽ ദി എൻഡ് ഓഫ് ദി മന്ത്സ് ഇൻ വിച്ച് ദി രജിസ്ട്രേഷൻ ഹാസ് ബിൻ ഗ്രാൻഡ്. മുമ്പ് പറഞ്ഞതുപോലെ അത് എപ്പോഴാണോ ലേബിൾ ആയത് അത് മുതൽ ആ മാസം അവസാനിക്കുന്നത് വരെയുള്ളത്. അപ്പോൾ ഇൻവേർഡ് സപ്ലൈയും വേണം, ഔട്ട്വേർഡ് സപ്ലൈയും ഇതിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ പ്രൊവൈഡഡ് ദാറ്റ് എ രജിസ്റ്റേർഡ് ടാക്സബിൾ പേഴ്സൺ പേയിങ് ടാക്സ് അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് സെഷൻ 8 ഷാൽ ഫർണിഷ് ദി ഫസ്റ്റ് റിട്ടേൺ ഫോർ ദി പീരിയഡ് സ്റ്റാർട്ടിംഗ് ഫ്രം ദി ഡേറ്റ് ഓൺ വിച്ച് ഹി ബിക്കംസ് എ രജിസ്റ്റേർഡ് ടാക്സബിൾ പേഴ്സൺ ടിൽ ദി എൻഡ് ഓഫ് ദി ക്വാർട്ടർ ഇൻ വിച്ച് ദി രജിസ്ട്രേഷൻ ഹാസ് ബിൻ ഗ്രാൻഡ്. അതിൽ കൂടുതൽ പ്രത്യേകിച്ചൊന്നും പറയാനുള്ള ഈ സംബന്ധം പറഞ്ഞതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത് അദ്ദേഹം അടയ്ക്കേണ്ട കാര്യങ്ങളെല്ലാം ഈ ഫസ്റ്റ് റിട്ടേൺ ഉൾപ്പെടുത്തുന്നതാണ്. കൂടുതൽ ഞാൻ ഡീറ്റെയിൽഡ് പറയുന്നത് നിങ്ങളുടെ സമയം ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. അടുത്ത ആനുവൽ റിട്ടേണിലേക്ക് കടക്കാം. അപ്പോൾ രണ്ടാമത്തെ വിഭാഗം റിട്ടേൺ ആണ് ആനുവൽ റിട്ടേൺ. Annual returns has to be filed by every registered person paying tax as a normal taxpayer under GST. GSTയുടെ കീഴിൽ നോർമൽ ടാക്സ് പെയർ ആയിക്കൊണ്ട് ടാക്സ് അടക്കുന്ന ഓരോ വ്യക്തിയും ഫയൽ ചെയ്യേണ്ട ഒരു റിട്ടേൺ ആണ് ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത്. ആനുവൽ റിട്ടേൺ ഈസ് ടു ബി ഫയൽഡ് വൺസ് എ ഇയർ ഇൻ ഫോം GSTR-9. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആനുവൽ റിട്ടേൺ എന്ന് പറയുന്ന ഒരു വ്യക്തി വർഷത്തിൽ ഒരിക്കൽ ഫയൽ ചെയ്യേണ്ടതാണ്. എന്തെല്ലാം ഈ GSTR-9 ഉൾപ്പെടുത്തേണ്ടത്, എന്തെല്ലാം ആനുവൽ
ആനുവൽ റിട്ടേണിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദി ഔട്ട്വേർഡ് ആൻഡ് ഇൻവേർഡ് സപ്ലൈ. ഇൻവേർഡ് സപ്ലൈയുടെയും ഔട്ട്വേർഡ് സപ്ലൈയുടെയും ഡീറ്റെയിൽസ് ഇതിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ മെയ്ഡ് ഓർ റിസീവ്ഡ് ഡ്യൂറിംഗ് ദി റെലവൻറ്റ് പ്രീവിയസ് ഇയർ അണ്ടർ ഡിഫറെൻറ്റ് ടാക്സ് ഹെഡ്സ്, CGST, SGST, IGST, HSN കോഡ്സ്, ഇതെല്ലാം മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കീഴിൽ വരുന്ന ഓരോ ടാക്സ് അനുസരിച്ച് കൊണ്ടും അതിൻ്റെ ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈ അതിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ കൺസൾട്ടേഷൻ ഓഫ് ഓൾ ദി മന്ത്ലി ക്വാർട്ടർലി റിട്ടേൺ GSTR 1, 2A, 3B ഫയൽ ഇൻ ദാറ്റ് ഇയർ. ആ ഒരു വർഷത്തിൽ ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ മന്ത്ലി അതുപോലെ തന്നെ ക്വാർട്ടർലി റിട്ടേൺസും അതിൻ്റെ കൺസോളിഡേഷനും അതിൽ ഉൾപ്പെടുത്തണം. അതെല്ലാം അതിൽ വേണം. അതുപോലെ തന്നെ ത്രൂ കോംപ്ലക്സ് സിസ്റ്റം ഹെൽപ്സ് എക്സ്റ്റൻസീവ് റിക്കൺസിലിയേഷൻ ഓഫ് ഡാറ്റ ഫോർ 100% ട്രാൻസ്പെറൻറ്റ് ഡിസ്ക്ലോസേഴ്സ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട റിട്ടേണിലേക്ക് കടക്കുകയാണ് ഫൈനൽ റിട്ടേൺ. എ ടാക്സിബിൾ പേഴ്സൺ ഹൂ GST രജിസ്ട്രേഷൻ ഈസ് ക്യാൻസൽഡ് ഓർ സറണ്ടേർഡ് ഹാസ് ടു ഫയൽ എ റിട്ടേൺ ഇൻ ദി ഫോം ഓഫ് GSTR 10. ദിസ് റിട്ടേൺ ഈസ് കാൾഡ് ആസ് ഫൈനൽ റിട്ടേൺ. വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നമുക്കറിയാം, ഒരു ടാക്സബിൾ പേഴ്സൺ എപ്പോഴാണോ അദ്ദേഹത്തിൻ്റെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത് അല്ലെങ്കിൽ സറണ്ടേർഡ് ചെയ്യുന്നത് എങ്കിൽ ആ സമയത്ത് അദ്ദേഹം ഫയൽ ചെയ്യേണ്ട ഒരു റിട്ടേണിനെയാണ് ഫൈനൽ റിട്ടേൺ എന്ന് പറയുന്നത്. അതിൻ്റെ ഫോം GSTR 10 അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ് ഫൈനൽ റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടാക്സ് റിട്ടേൺ പ്രിപ്പയേഴ്സ് എന്ന് പറയുന്നത്. അഥവാ GST ഹാസ് പ്രൊവിഷൻ ഫോർ ക്രിയേറ്റിംഗ് എ ന്യൂ ക്ലാസ് ഓഫ് പ്രൊഫഷണൽസ് കാൾഡ് GST പ്രാക്ടീഷണേഴ്സ്. പുതിയൊരു പ്രൊഫഷണലാണ് GST പ്രാക്ടീഷണേഴ്സ് എന്ന് പറയുന്നത്. ഇത് GSTയുടെ ഭാഗമുണ്ടായ ഒരു പ്രൊഫഷണൽസാണ്. അതായത് ഇവർ GST പ്രാക്ടീഷണേഴ്സ് എന്ന് അതുപോലെ തന്നെ GST ടാക്സ് റിട്ടേൺ പ്രിപ്പയേഴ്സ് എന്ന് പറയും. ഇത് എന്തിനാണ് ഈ ഒരു വിഭാഗം തൊഴിലാളികളെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥരെ നിലനിർത്തിയെന്ന് ചോദിച്ചാൽ ഫോർ ഹെൽപ്പിംഗ് സ്മാൾ ബിസിനസ് വിത്ത് ദെയർ GST റിട്ടേൺ ഫയലിംഗ്. GST റിട്ടേൺ ഫയലിങ്ങിന് ബന്ധപ്പെട്ടിട്ടുള്ള സ്മാൾ ബിസിനസ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അക്കോർഡിംഗ് ടു GST റൂൾ, ഈ GST റൂൾ പ്രകാരം ടു ബിക്കം എ GST ടാക്സ് റിട്ടേൺ, ഒരു GST ടാക്സ് റിട്ടേൺ പ്രിപ്പയർ ആകാൻ അദ്ദേഹത്തിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജനറൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഹി ഓർ ഷീ ഈസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പൗരനായിരിക്കണം. അതുപോലെ തന്നെ ഈസ് എ പേഴ്സൺ ഓഫ് സൗണ്ട് മൈൻഡ്, അഥവാ നല്ല മാനസികമായിട്ട് ധാരാളം ഒരു പ്രശ്നവുമില്ലാത്ത ഹെൽത്തി ആൻഡ് സൗണ്ട് മൈൻഡ് ഉള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ നോട്ട് അഡ്ജുഡിക്കേറ്റഡ് ആസ് ഇൻസോൾവെൻറ്റ്, അദ്ദേഹത്തിന് കടബാധ്യത ഉണ്ടായിക്കൊണ്ട് വളരെ പാപ്പരത്വമുള്ള ഒരു വ്യക്തിയാകാൻ പാടില്ല. അതുതന്നെ ഹി ഓർ ഷീ ഹാസ് നോട്ട് ബീൻ കൺവിക്റ്റഡ് ബൈ എ കോമ്പിറ്റൻറ്റ് കോർട്ട് ഫോർ ആൻ ഒഫൻസ് വിത്ത് ഇംപ്രിസ്മെൻറ്റ് നോട്ട് ലെസ് ദാൻ 2 years. 2 വർഷത്തിനേക്കാൾ കുറഞ്ഞ അഥവാ ഒരു ഇംപ്രിസൺമെൻറ്റിനുള്ള ഒരു കേസും ഒരു കോടതിയിലും ഫയൽ ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു കുറ്റവും ഫയൽ ചെയ്ത വ്യക്തിയാവാൻ പാടില്ല. ഇതൊക്കെയാണ് അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ജനറൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇതാണ് ഈ പുതിയ ഒരു GSTയുടെ കീഴിൽ വന്നിട്ടുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു തൊഴിലാളികൾ എന്ന് വേണം നമുക്ക് പറയാം. ഡിയേഴ്സ്, ഇനിയും ഉൾപ്പെടുത്താത്ത പ്രധാനപ്പെട്ട പോയിൻ്റ് ഈ ഒരു ലൈവ് സെഷൻ കഴിയുമ്പോൾ തന്നെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ആൻഡ് നിങ്ങൾ ഇത് യൂസ്ഫുള്ളായി ഉപയോഗിക്കുക, പഠിക്കുക. അടുത്ത വീഡിയോ ഈ ഒരു വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, ആൻഡ് സ്റ്റേ ട്യൂൺ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.